കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കപ്പയും ചിക്കനും ചേർത്ത് അടിപൊളി ടേസ്റ്റിലൊരു റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. കപ്പയും ചിക്കനും നല്ല കോമ്പിനേഷൻ അല്ലേ, മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമാവും. അതിനായി കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചിക്കനും കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി തേച്ചൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കപ്പയിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് സാധാരണ വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കാം. ഇതേപോലെ അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ തയ്യാറാക്കാനായി ചേരുവകൾ റെഡിയാക്കാം. അല്പം ചെറിയുള്ളി ചതച്ചതും അത്യാവശ്യം കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അളവിനനുസരിച്ച് ഇതെല്ലാം എടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും ചെറിയൊരു സവാളയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേരുവകളെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ ഒന്ന് വഴലണ്ട, ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ചിക്കൻ മസാല, പിന്നെ മല്ലിപ്പൊടിയും, ഇനി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. ചിക്കനിൽ നമ്മൾ തേച്ച് വെച്ചത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. കൂടുതൽ എരിവൊന്നും വേണ്ട. ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. എല്ലാം നമ്മളുടെ അളവിനനുസരിച്ച്, കൂടുതലാവരുത്. മസാലയുടെ ഒന്നും കുത്തു വരാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മസാല എല്ലാം അതിലേക്ക് പിടിക്കുമ്പോൾ വേണമെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിക്കാം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ, എല്ലാവർക്കും അറിയാം. ഇനി നമുക്കത് അടച്ചു വെച്ച് പതുക്കെ വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടാവും. കപ്പയുടെ വെള്ളം എല്ലാം ഊറ്റിക്കളയണം. അല്പം പോലും വെള്ളം വേണ്ട. അതെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ നമുക്ക് ഉടച്ചു കൊടുക്കാം. കൂടുതലൊന്നും അങ്ങ് ഉടയണ്ട. കണ്ടില്ലേ, ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ ചിക്കൻ വേവുന്നതൊന്ന് ഇടയ്ക്ക് നോക്കി അതിലേക്ക് പാകത്തിനെല്ലാം മസാലയുണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. കുഴപ്പമില്ല, അപ്പോൾ ചേർക്കാം വേണ്ടതുപോലെ. ചിക്കൻ ഗ്രേവി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവി ഉണ്ടാവണം. ഇനി നമ്മൾ വേവിച്ച് വെച്ച കപ്പയും കൂടി അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാല എല്ലാം പിടിക്കണം. ഉപ്പെല്ലാം പാകമുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കൂ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. കപ്പയും ചിക്കനും വെച്ചുള്ള അടിപൊളി റെസിപ്പി. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരുടെയും അഭിപ്രായം പറയണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.